ഗാസയിൽ നടക്കുന്നത് ഫലസ്തീൻകാരുടെ വംശീയതയാണെന്നാണ് ഇസ്രയേലിലെ രണ്ട് പ്രമുഖ സന്നദ്ധ സംഘടനകളായ ബെത്സലേമും ഫിസിഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സും പറയുന്നത്. ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഇസ്രയേലി NGO ഇങ്ങനെ പറയുന്നത്. പൊതുവെ ഇസ്രയേൽ സർക്കാരിന്റെ നയങ്ങളെ പതിവായി വിമർശിക്കുന്ന സംഘടനകളാണ് ഇവ രണ്ടും. എന്നാൽ തിങ്കളാഴ്ച ഇവരിറക്കിയ പ്രസ്താവന പതിവില് രൂക്ഷമാണെന്ന് വേണം പറയാൻ. വംശഹത്യ നടത്തുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവിനായി ആരും നിങ്ങളെ ഒരുക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് വളരെ വേദനാജനകമായ നിമിഷമാണെന്ന് ബെത്സലേം എക്സിക്യൂട്ടീവ് ഡയറക്ടർ യൂലി നൊവാക് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. മാത്രമല്ല, ഇവിടെ ജീവിക്കുകയും അനുദിന യാഥാർത്ഥ്യങ്ങൾക്ക് സാക്ഷികളാവുകയും ചെയ്യുന്ന ഇസ്രയേലുകാരും ഫലസ്തീൻകാരുമായി നമുക്ക് കഴിയുന്നത്ര വ്യക്തതയോടുകൂടി സത്യം പറയാനുള്ള ചുമതലയുണ്ടെന്നും അതിന് പ്രകാരം ഇസ്രയേൽ ഫലസ്തീൻകാരെ വംശീഹത്യ ചെയ്യുകയാണെന്നും അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്നാൽ NGOകളുടെ പ്രസ്താവന തള്ളിക്കളയുന്ന നിലപാടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ വക്താവ് ഡേവിഡ് മെന്നിന്റേത്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി 1200ഓളം പേരെ വധിക്കുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനു പിന്നാലെയാണ് ഗാസയിൽ യുദ്ധം തുടങ്ങിയത്. യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റു രാജ്യങ്ങൾ എടുക്കുന്ന ശ്രമങ്ങളിലെല്ലാം ഇസ്രയേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. എന്നാൽ ഈ കള്ളമാണ് ഇസ്രയേലിനകത്തുള്ള സംഘടനകൾ തന്നെ തള്ളിക്കളയുന്നത്. അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 78 പേർ വീണ്ടും കൊല്ലപ്പെടുകയുണ്ടായി. ഖാൻ യൂനിസ് നഗരത്തിന് സമീപത്തായി 2 ഇടങ്ങളിൽ വീടുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 23 നിരപരാധികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സങ്കടകരമായ വസ്തുത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു യുവതിയുടെ ഉദരത്തിൽ 7 മാസം പ്രായമായ കുഞ്ഞുണ്ടായിരുന്നു എന്നതാണ്. സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർമാർ കുഞ്ഞിനെ പുറത്തെടുത്തെങ്കിലും ആ കുരുന്നു ജീവനും പൊലിയുകയായിരുന്നു. ആഹാരത്തിനായി കാത്തു നിൽക്കുമ്പോഴാണ് 25 പേർ കൊല്ലപ്പെട്ടതെങ്കിലും ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കിടണമെന്ന നയം ഇസ്രയേലിനില്ലെന്ന കള്ളം തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗാസയിലെ മനുഷ്യർക്ക് ആഹാരം എത്തിക്കുന്നതിനാണ് ഒന്നാമത്തെ പരിഗണന എന്നും ഫലസ്തീന് രാഷ്ട്രപദവി നൽകുന്ന കാര്യത്തിൽ ഇപ്പോൾ നിലപാടെടുക്കുന്നില്ലെന്നും പറഞ്ഞ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. വേണ്ട നടപടിയെടുക്കാൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ട ട്രംപ് അടിയന്തര സഹായം എത്തിക്കാൻ US $60 മില്യൺ നൽകിയതായും പറയുകയുണ്ടായി. ഹമാസുമായുള്ള ഇടപെടൽ അതീവ ദുഷ്കരമാണെന്ന് പറഞ്ഞ ട്രംപ് അവസാനത്തെ 20 ബന്ദികളെ കൈമാറാൻ അവർ തയ്യാറാകാത്തതാണ് പ്രശ്നം ഇത്രയും രൂക്ഷമാക്കുന്നതെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയ സ്റ്റാമറിനോടൊപ്പം സ്കോട്ട്ലാൻഡിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ട്രംപ്. എന്നാൽ ഗാസയിലെ ഭരണത്തിൽ ഭാവിയിൽ ഹമാസിന് പങ്കുണ്ടാകില്ല എന്നാണ് സ്റ്റാമർ പറയുന്നത്. യൂറോപ്യൻ യൂണിയന്റെ ഹൊറൈസൺ ഗവേഷണ ഫണ്ട് ഇസ്രയേലിന് നൽകുന്നതും മരവിപ്പിക്കാൻ നീക്കമുണ്ട്. ഗാസയിൽ കൂടുതൽ സഹായം എത്തിക്കാൻ ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്. യൂറോപ്യൻ കമ്മീഷണർമാരുടെ യോഗത്തിലെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം ഗാസയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി തന്നെ എന്ന കാര്യം വ്യക്തമാണ്.